प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, എല്ലാവർക്കും മേരി പ്യാരി ഹിന്ദി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠമായ ബൂട്ടി കാക്കി എന്ന പാഠവുമായിട്ടാണ്. ഇത് ഒരു ഷഷ്ടി അഥവാ ബ്ലർബാണ്. എന്താണ് ഷഷ്ടി അഥവാ ബ്ലർബ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ഷോർട്ട് പീസ് ഓഫ് റൈറ്റിംഗ് that describes or summarizes something longer and more complicated. എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ എഴുത്താണ്. ആ എഴുത്തില് അത് വിശദീകരിക്കുന്ന അല്ലെങ്കിൽ അത് ചുരുക്കി പറയുന്നത് എന്താണ്? ഒരു വലിയ കാര്യം, അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായ ഒരു കാര്യത്തെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ അവതരിപ്പിക്കുന്ന എഴുത്തിനാണ് ഷഷ്ടി അഥവാ ബ്ലർബ് എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇതിന് പ്രസാധക കുറിപ്പ് അല്ലെങ്കിൽ ഗ്രന്ഥപ്രശംസാ കുറിപ്പ് എന്നൊക്കെ പറയും. പ്രസാധക കുറിപ്പ് സാധാരണയായി കാണുന്നത് പുസ്തകത്തിന്റെ പുറംചട്ടയിലാണ്. അതില് ഗ്രന്ഥകാരനെയും ഗ്രന്ഥത്തെയും പറ്റി പ്രസാധകൻ സാധാരണഗതിയിൽ എഴുതാറുണ്ട്. ഏത് പുസ്തകം എടുത്താലും അതിന്റെ പുറംചട്ടയില് നമുക്കിത് കാണാവുന്നതാണ്. നമുക്കിന്ന് പഠിക്കാനുള്ള ബൂട്ടി കാക്കി എന്ന് പറയുന്ന ഈ ഒരു ചെറുകഥ അല്ലെങ്കിൽ അതിന്റെ പ്രസാധക കുറിപ്പാണ് നമുക്ക് പഠിക്കാനുള്ള ബൂട്ടി കാക്കി. ഇതിന്റെ മൂൽ കഥ അല്ലെങ്കിൽ ഒറിജിനൽ കഥ എഴുതിയിരിക്കുന്നത് പ്രേംചന്ദ് എന്ന് പറയുന്ന ഹിന്ദിയിലെ വളരെ പ്രസിദ്ധനായ കഥാകാരനാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നീട് സിനിമ ആയിട്ടുണ്ട്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഗുൽസാർ എന്ന് പറയുന്ന സംവിധായകനാണ്. നമുക്കിവരെ രണ്ടുപേരെയും കുറിച്ച് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. പേജ് നമ്പർ 23 प्रेमचंद. हिंदी के सबसे महान कथाकार है प्रेमचंद. उनका असली नाम धनपत राय श्रीवास्तव है. उनकी प्रमुख रचनाएं है मानसरोवर 8 भाग, रंगभूमि, गबन, निर्मला, गोदान आदि. हिंदी के सबसे महान कथाकार है प्रेमचंद. ഹിന്ദിയിലെ ഏറ്റവും മഹാനായ ഒരു കഥാകാരനാണ് പ്രേംചന്ദ്. ഉൻക അസലി നാം ധൻപത് റായ് ശ്രീവാസ്തവ് ഹെ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ധൻപത് റായ് ശ്രീവാസ്തവ് എന്നാണ്. ഉൻകി പ്രമുഖ രചനായും മാൻസരോവർ 8 ഭാഗ്, രംഗഭൂമി, ഗബൻ, നിർമ്മല, ഗോദാൻ ആദി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ മാൻസരോവർ 8 ഭാഗങ്ങൾ, രംഗഭൂമി, ഗബൻ, നിർമ്മല, ഗോദാൻ മുതലായവയാണ്. ജന്മ 31 ജൂലൈ 1880. അദ്ദേഹം ജനിച്ചത് 1980 ജൂലൈ 31 തീയതിയാണ്. മൃത്യു മരിച്ചത് 8 അക്ടോബർ 1936, 1936 ഒക്ടോബർ 8 തീയതി. ഇനി നമുക്ക് ഗുൽസാറിനെ കുറിച്ച് നോക്കാം. ജന്മ 18 ഓഗസ്റ്റ് 1934. അദ്ദേഹം ജനിച്ചത് 1934 ഓഗസ്റ്റ് 18 തീയതി. गुलजार हिंदी गीतकार होने के साथ ही गजलकार, पटकथा लेखक, फिल्म निर्देशक भी है. पद्मभूषण, ओस्कार पुरस्कार, साहित्य अकादमी पुरस्कार, दादा साहब फाल्के पुरस्कार आदि से वे सम्मानित है. ഗുൽസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഹിന്ദിയിലെ ഒരു പ്രമുഖനായ ഗീത്കാർ, അതായത് പാട്ടെഴുതുന്നയാളാണ്. അതുപോലെ തന്നെ ഗസലുകൾ എഴുതുന്നയാളുമാണ്. പട്കഥാ ലേഖകൻ, അതുകൂടെ അദ്ദേഹം തിരക്കഥാ ലേഖകനാണ്. ഫിലിം നിർദ്ദേശകൻ, സിനിമ സംവിധായകനാണ്. പത്മഭൂഷൺ, ഓസ്കാർ പുരസ്കാർ, സാഹിത്യ അക്കാദമി പുരസ്കാർ, ദാദാ സാഹബ് ഫാൽക്കെ പുരസ്കാർ ആദി സേവയെ സമ്മാനിത. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അവാർഡുകളാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ. പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്, ഓസ്കാർ പുരസ്കാർ കിട്ടിയിട്ടുണ്ട്, സാഹിത്യ അക്കാദമി പുരസ്കാർ കിട്ടിയിട്ടുണ്ട്, അതുപോലെ ദാദാ സാഹബ് ഫാൽക്കെ പുരസ്കാർ. ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് സമ്മാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള ബൂട്ടി കാക്കി കഥയിലേക്ക് വരാം. ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ബൂട്ടി കാക്കി വൃദ്ധയായ ആന്റി എന്നാണ് കഥയുടെ പേര് തന്നെ, അല്ലെ? ഇപ്പൊ ഒരു വൃദ്ധയായ സ്ത്രീയുടെ ഒരു ചിത്രമുണ്ട്, ഒരു മോളുടെ ചിത്രവുമുണ്ട്. എന്താണ് ബൂട്ടി കാക്കിയിൽ നമുക്ക് വേണ്ടി കഥാകാരൻ കരുതി വെച്ചിരിക്കുന്നത് നോക്കാം. കാക്കി എന്ന വാക്ക്, ബൂട്ടി എന്ന് പറഞ്ഞാൽ വൃദ്ധ എന്നാണ്. കാക്കി എന്ന് പറഞ്ഞാൽ അച്ഛന്റെ അനിയന്റെ ഭാര്യ. അച്ഛന്റെ അനിയന് പറയുന്ന വാക്കാണ് ചാച്ച അല്ലെങ്കിൽ കാക്ക. കാക്കി എന്ന് പറയുമ്പോൾ അച്ഛന്റെ അനിയന്റെ
ഭാര്യ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വൃദ്ധയായ അച്ഛന്റെ അനിയന്റെ ഭാര്യ. ഇതാണ് ബൂട്ടി കാക്കി എന്ന പദത്തിന്റെ അർത്ഥം. ഒറിജിനൽ കഥയായിട്ട് എഴുതിയിരിക്കുന്നത് പ്രേംചന്ദാണ്. അദ്ദേഹത്തിന്റെ കഥയെ ബേസ് ചെയ്ത് ഗുൽസാർ എന്ന് പറയുന്ന സംവിധായകൻ ഒരു സിനിമയും സംവിധാനം ചെയ്തിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുള്ള ശക്തി അല്ലെങ്കിൽ ബ്ലർബ് പ്രസാധക കുറിപ്പാണ്. ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു ആസ്വാദന കുറിപ്പ് എന്ന് വേണമെങ്കിലും പറയാം. നോക്കൂ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. आधुनिक हिंदी साहित्य के कालजयी कथाकार प्रेमचंद की एक मार्मिक कहानी है बूटी काकी। मानवीय करुणा की भावना से ओतप्रोत इस कहानी में बूढ़ापे की समस्या को प्रस्तुत किया गया है। वृद्धजनों की जायदाद संपत्ति लेने के बाद उनकी उपेक्षा करने वाले सामाजिक यथार्थ की ओर कहानी इशारा करती है। बूटी काकी को विधवा हुए 5 वर्ष हो चुके हैं। उसके जवान बेटे की भी अकाल मृत्यु हुई। इस संसार में बूटी को अपना कहने वाला कोई नहीं। काकी अपनी सारी संपत्ति भतीजे के नाम करवाकर उसके साथ रहती थी। इंसान के लालच की कोई सीमा नहीं होती। बुद्धिराम और रूबा अपनी काकी के प्रति तब तक बहुत अच्छे रहते हैं जब तक कि वह उन्हें अपनी सारी संपत्ति उपहार में नहीं दे देती। वे लोग बात बात पर बूढ़ी काकी का अपमान और तिरस्कार करते थे। हर पेड़ भोजन से भी वो वंचित थी। जो रिश्ते ढीली बुनियाद पर टिके होते हैं वे रिश्ते भी खत्म हो जाते हैं। छोटी लड़की लाडली परिवार में एकमात्र ऐसी है जो उस गरीब आत्मा की देखभाल करती है। मुंशी प्रेमचंद की अविस्मरणीय कहानी पर गुलजार की संवेदनशील और मार्मिक लघु फिल्म। आधुनिक हिंदी साहित्य के कालजयी कथाकार प्रेमचंद की एक मार्मिक कहानी है बूटी काकी। ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ അനശ്വരനായ കഥാകാരൻ പ്രേംചന്ദിന്റെ വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് ബൂട്ടി കാക്കി. मानवीय करुणा की भावना से ओतप्रोत इस कहानी में बूढ़ापे की समस्या को प्रस्तुत किया गया है। മാനവീയ കരുണ की भावना से ओतप्रोत എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആ കരുണ എന്ന് പറയുന്ന വികാരത്തെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ കഥ. അതിൽ എന്താണ് പറയുന്നത്? ബൂഢാപ്പയ്ക്ക് സമസ്യക്കോ പ്രസ്തുത് കിയാ ഗയാ ഹെ. വാർദ്ധക്യത്തിന്റെ പ്രശ്നങ്ങളാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. वृद्धजनों की जायदाद संपत्ति लेने के बाद उनकी उपेक्षा करने वाले सामाजिक यथार्थ की ओर कहानी इशारा करती है. ഇതാണ് കഥയുടെ പ്രധാന തന്തു എന്ന് പറയുന്നത്. വൃദ്ധജനങ്ങളുടെ ജായദാദ് സമ്പത്തി എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള സ്വത്ത്, അവർക്ക് അവകാശപ്പെട്ട സ്വത്ത്, അത് തട്ടിയെടുത്തതിന് ശേഷം അല്ലെ എടുത്തതിന് ശേഷം ഉൻകി ഉപേക്ഷ കർണേ വാലെ സാമാജിക് യാഥാർത്ഥ്യക്ക് ഓർ കഹാനി ഇശാര കർത്തി ഹെ. അവരെ ഉപേക്ഷിക്കുന്ന ഒരു സാമൂഹികമായ യാഥാർത്ഥ്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അതിലേക്കാണ് ഈ കഥ വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ധാരാളം വാർത്തകളിൽ വായിക്കാറുണ്ട് അല്ലെ. അമ്മയെ കൊണ്ടുപോയി ചിലരാണെങ്കിൽ അനാഥാലയങ്ങളിൽ കൊണ്ടാക്കുന്നു, മറ്റു ചിലർ തട്ടിയെടുത്തിട്ട് എങ്ങും കൊണ്ടാക്കാതെ പുറത്തേക്ക് ഇറക്കി വിടുന്നു. അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പ്രശ്നത്തിലേക്കാണ് പ്രേംചന്ദ് ഈ കഥയിൽ കൂടെ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. വൃദ്ധജനങ്ങൾക്ക് ജായദാദ് സമ്പത്തി ലേനേക്കെ ബാദ്, വൃദ്ധജനങ്ങളുടെ പാരമ്പര്യ സ്വത്ത് എടുത്തതിന് ശേഷം ഉൻകി ഉപേക്ഷ കർണേ വാലെ സാമാജിക് യാഥാർത്ഥ്യക്ക് ഓർ കഹാനി ഇശാര കർത്തി ഹെ. അവരെ ഉപേക്ഷിക്കുന്ന ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും അത് നടക്കുന്നുണ്ട് അല്ലെ. അതിലേക്കാണ് കഥ നമ്മളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഇശാര കർണ എന്നാണ് സൂചിപ്പിക്കുക എന്നാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. ആ വിഷയമാണ്. ബൂട്ടി കാക്കിക്കോ വിധവാ ഹുയെ 5 വർഷം ഹോ ചുകേ ഹെ. വിധവയായിട്ട് ഏകദേശം 5 വർഷമായി. ഉസ്കെ ജവാൻ ബേട്ടേക്ക് ഭി അകാൽ മൃത്യു ഹുയി. അവര് വിധവയായതിനു ശേഷം യുവാവായ ഒരു മകൻ അവർക്കുണ്ടായിരുന്നു. ആ മകനും അകാലത്തിൽ മരിച്ചു. ഈ സംസാർമേം ബൂട്ടിക്കോ അപ്നാ കഹനെ വാല കോയി നഹി ഹെ. ഇപ്പോൾ ഈ ലോകത്തിൽ ഈ വൃദ്ധയായ സ്ത്രീക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. അപ്നാ കഹനെ വാല എന്ന് പറഞ്ഞാൽ സ്വന്തം എന്ന് പറയുന്നതാണ്, ആരുമില്ല. കാക്കി അപ്നി സാരി സമ്പത്തി ഭതീജയ്ക്ക് നാം കർവാക്കർ ഉസ്കെ സാത്ത് രഹത്തി. പിന്നെ ഉള്ളത് ആരാണ്? ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ മകനാണ് ആകെ ഉള്ളത്. അപ്പൊ ഈ കാക്കി എന്ത് ചെയ്തു? തന്റെ സമ്പത്തുകൾ മുഴുവൻ ഈ മകന് അല്ലെങ്കിൽ ഈ നെഫ്യൂവിന് എഴുതി കൊടുക്കൂ. ഭതീജ എന്ന് പറഞ്ഞാല് സഹോദരപുത്രൻ എന്നാണ്. സഹോദരപുത്രന് എഴുതി കൊടുത്തു. ഉസ്കെ സാത്ത് രഹത്തി. അതിനുശേഷം അവരുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി. ഇൻസാൻ കെ ലാലച്ച് കി കോയി സീമ നഹി ഹോത്തി. കഥാകാരൻ പറയാണ്,
മനുഷ്യന്റെ അത്യാഗ്രഹത്തിന് യാതൊരു അതിരുമില്ല. ബുദ്ധിറാം ഓർ രൂപ अपनी काकी के प्रति तब तक बहुत अच्छे रहते हैं जब तक कि वो उन्हें अपनी सारी संपत्ति उपहार में नहीं दे देती. അപ്പോ ഖദീജയുടെ പേരെന്താണ്? ബുദ്ധിറാം എന്നാണ് അല്ലെ. അയാളുടെ ഭാര്യയുടെ പേരാണ് രൂപ. ബുദ്ധിറാമും രൂപയും എന്താ ചെയ്തത്? അപ്നി കാക്കിക്ക് പ്രതി തബ് തക് ബഹുത് അച്ഛേ രഹത്തെ ഹെ, നേരത്തെ വളരെ മാന്യമായിട്ട് വളരെ സ്നേഹത്തോടുകൂടി ആണ് അവര് കാക്കിയോട് പെരുമാറിയിരുന്നത്. എപ്പോഴാണ് അങ്ങനെ പെരുമാറിയിരുന്നത്? ജബ് തക് കി വോ ഉനെ അപ്നി സാരി സമ്പത്തി ഉപഹാരമേ നഹി ദേത്തി, എത്ര കാലമാണോ സമ്പത്ത് മുഴുവൻ സമ്മാനമായിട്ട് ദാനമായിട്ട് ഇവർക്ക് എഴുതി കൊടുക്കാതിരുന്നത് അത്രയും കാലം ഇവരോട് നല്ല മാന്യമായിട്ട് സ്നേഹത്തോടു കൂടി പെരുമാറിയിരുന്നു. എന്നാൽ എഴുതി കൊടുത്തത് മുതൽ പെരുമാറ്റത്തിൽ വ്യത്യാസം ഉണ്ടായി എന്നാണ് പറയുന്നത്. വേ ലോക് ബാത് ബാത് പർ ബൂട്ടി കാക്കിക്ക അപമാന ഓർ തിരസ്കാർ കർത്തേ थे. സമ്പത്ത് മുഴുവൻ എഴുതി കിട്ടിയത് മുതൽ ഇവരെന്ത് ചെയ്യുന്നു? ഓരോ കാര്യത്തിലും ബാത് ബാത് പർ എന്ന് പറഞ്ഞ ഓരോ കാര്യത്തിലും ബൂട്ടി കാക്കിക്ക അപമാന ഓർ തിരസ്കാർ കർത്തേ थे. ബൂട്ടി കാക്കിയെ അപമാനിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ഭർപ്പയുടെ ഭോജന സേവ്യ വഞ്ചിതി. അവസാനം ഏതവസ്ഥയിലെത്തി? വയറു നിറയെ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പോലും ആ ഒരു അവകാശം പോലും അവർക്ക് നിഷേധിക്കപ്പെട്ടു. ഓ വഞ്ചിതി എന്ന് പറഞ്ഞാൽ അവർക്കത് നിഷേധിക്കപ്പെട്ടു. ജോ റിശ്തെ ടീലി ബുനിയാദ് പർ ടികെ ഹോത്തെ ഹെ വേ റിശ്തെ ഹി ഖത്മ ഹോ ജാത്തെ ഹെ. ലേഖൻ പറയാണ്, ഏതൊക്കെ ബന്ധങ്ങളാണോ ഒരു അടിസ്ഥാനമില്ലാത്ത അടിത്തറയിൽ പണിയപ്പെട്ടിരിക്കുന്നത്. ടീലി എന്ന് പറഞ്ഞാൽ അയഞ്ഞാന്നാണ്, ബുനിയാദ് എന്ന് പറഞ്ഞാൽ അടിത്തറ. ഇവിടെ എന്താണ്? കെട്ടുറപ്പില്ലാത്ത ഒരു അടിത്തറയിൽ പണിത കെട്ടിടം എന്ന് പറയുന്നത് അധികം കാലം നിലനിൽക്കില്ല അല്ലെ. കെട്ടിടം നല്ലതുപോലെ കുറച്ചു നിൽക്കണമെങ്കിൽ അതിന്റെ അടിത്തറ നല്ലതായിരിക്കണം. അതുപോലെ തന്നെയാണ് ബന്ധങ്ങളും. ലേഖൻ പറയുന്നു, ഏത് ബന്ധമാണോ കെട്ടുറപ്പില്ലാത്ത ഒരു അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ആ ബന്ധം വേരിസ്തെ ഹി കത്മഹോ ജാത്തേഹെ, അത് തീർച്ചയായിട്ടും അവസാനിക്കുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് നല്ല കെട്ടുറപ്പ് ഉള്ളതായിരിക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ബന്ധം നഷ്ടപ്പെടും. छोटी लड़की लाडली परिवार में एकमात्र ऐसी है जो उस गरीब आत्मा की देखभाल करती है. ആകപ്പാടെ ബുദ്ധിക്കാക്കിക്ക് ഒരു ആശ്രയം എന്താണ്? ആ ബുദ്ധിറാമിന്റെയും റൂപയുടെയും ഒരു മകളുണ്ട്. ചോട്ടി ലഡ്കി, ഒരു ചെറിയ കുട്ടി. ലാഡലി, ആ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവളാണ്. ഓമനക്കുട്ടിയാണ്. ലാഡലി എന്ന് പറഞ്ഞാൽ ഓമനത്തുള്ള കുട്ടി എന്നാണ്. പരിവാർമ ഏകമാത്ര ഐസിഹി, അവള് മാത്രമേ ഉള്ള ആ കുടുംബത്തിൽ ഉള്ള ഒരേ ഒരാള്. എങ്ങനെയുള്ള ആളാണ്? ജോ ഉസ് ഗരീബ് ആത്മാക്കി ദേഖ്ഭാൽ കർത്തേ ഹെ, ഈ പാവപ്പെട്ട സ്ത്രീയെ അല്ലെങ്കിൽ ബുദ്ധികാക്കിയെ സംരക്ഷിക്കാനുള്ള ഒരേ ഒരു കുട്ടി എന്ന് പറയുന്നത് ബുദ്ധിറാമിന്റെയും റൂബയുടെയും കുഞ്ഞുമകളാണ്. അതാണ് ഈ ചിത്രത്തിലും കാണുന്നത് അല്ലെ. ആ മകള് ബുദ്ധികാക്കിക്ക് ഭക്ഷണം കൊടുക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. മുൻഷി പ്രേംചന്ദ് की अविस्मरणीय कहानी पर गुलजार की संवेदनशील और मार्मिक लघु फिल्म. മുൻഷി പ്രേംചന്ദിന്റെ അവിസ്മരണീയമായ ഈ കഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗുൽസാർ വളരെ സഹാനുഭൂതി അല്ലെങ്കിൽ സംവേദനശീലം നിറഞ്ഞതും മാർമികവുമായ ഒരു ചെറിയ ഫിലിം, ലഘു ഫിലിം തയ്യാറാക്കിയിരിക്കുന്നത്. ആ ലഘു ഫിലിമിന്റെ പേരും അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ബുദ്ധിക്കാക്കി എന്ന് തന്നെയാണ്. ഇനി നമുക്ക് ഈ പുസ്തകത്തിൽ തന്നെ അതിന്റെ 2-3 ഭാഗങ്ങളായിട്ട് ശസ്തി അഥവാ ബ്ലർബ് ക്യാഹെ എന്ന് പറയുന്ന ഒരു ലേഖനവും ഗോദൻ എന്ന് പറയുന്ന പ്രേംചന്ദിന്റെ ഒരു ഉപന്യാസത്തെ കുറിച്ചുള്ള വേറൊരു ബ്ലർബും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് നോക്കാം. ശസ്തി അഥവാ ബ്ലർബ് ക്യാഹെ, എന്താണ് ശസ്തി അഥവാ ബ്ലർബ് എന്ന് പറയുന്നത്? സാധകക്കുറിപ്പ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബ്ലർബ് किसी पुस्तक सिनेमा या अन्य सृजन कार्य के प्रचार के लिए लिखे जाने वाले प्रेरक सारांश है. ब्लर्ब में किताब या फिल्म से संबंधित महत्वपूर्ण बातों को भी शामिल किया जाता है. इसमें रचना और रचनाकार से संबंधित संक्षिप्त विवरण शामिल होगा. किसी लोकप्रिय पात्र हो तो उसका भी जिक्र करना अच्छा होगा. ब्लर्ब आमतौर पर किताब या प्रचलन सामग्री के पिछले आवरण पृष्ठ पर छपा जाता है. ब्लर्ब के छापने के मुख्य उद्देश्य रचना की तरफ पाठक या दर्शक को आकर्षित करना है. ब्लर्ब पढ़ते ही पाठक या दर्शक किताब पढ़ने या फिल्म देखने के लिए प्रेरित हो जाए. इस दृष्टि से देखा जाए तो ब्लर्ब स्वयं ही एक सृजनात्मक कार्य है. इसकी भाषा और प्रस्तुति की शैली अनोखी हो ताकि पढ़ते ही पाठक रचना के प्रति आकर्षित हो जाए. എന്താണ് ബ്ലർബ് എന്നാണ് ഈ പാരഗ്രാഫിൽ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിന്റെ ആശയം കൂടെ പറയാം. ब्लर्ब किसी पुस्तक, सिनेमा या अन्य सृजन कार्य के प्रचार के लिए लिखे जाने वाले प्रेरक सारांश है. ബ്ലർബ് എന്ന് പറയുന്നത്
കിസി പുസ്തക സിനിമ യാ അന്യ സൃജൻ കാര്യ ഏതെങ്കിലും ഒരു പുസ്തകത്തെക്കുറിച്ചോ സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ സൃഷ്ടിപരമായ വേറെ ഏതെങ്കിലും കാര്യത്തിന്റെയോ പ്രചാരണാർത്ഥം ലിഖേ ജാനെ വാലെ പ്രേരക സാരാംശഹെ, അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എഴുതപ്പെടുന്ന ഒരു പ്രചോദനാത്മകമായ സംഗ്രഹമാണ്. പ്രേരക സാരാംശം എന്ന് പറഞ്ഞാൽ ഈ സാരാംശം വായിച്ചു കഴിയുമ്പോഴേ ആ സിനിമ കാണാൻ അല്ലെങ്കിൽ ആ പുസ്തകം വായിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകും. അതുകൊണ്ടാണ് പ്രേരക സാരാംശം എന്ന് പറയുന്നത്. ബ്ലർബ് में किताब या फिल्म से संबंधित महत्वपूर्ण बातों को भी शामिल किया जाता है. ഈ ബ്ലർബിൽ അല്ലെങ്കിൽ പ്രസാധക കുറിപ്പില് പുസ്തകത്തെക്കുറിച്ചോ അല്ലെ ഫിലിമിനെ കുറിച്ചോ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നു. इसमें രചന और രചനാകാർ से संबंधित സംക്ഷിപ്ത വിവരൺ शामिल होगा. അതിൽ ഈ രചനകളെ കുറിച്ചും രചനാകാർ അല്ലെങ്കിൽ എഴുത്തുകാരനെ കുറിച്ചുമുള്ള ഒരു ചെറിയ വിവരണവും ഉണ്ടായിരിക്കും. കിസി ലോക്പ്രിയ പാത്ര ഹോത്തോ ഉസ്കാ ഭി ജിക്ർ കർന അച്ഛാ ഹോഗ, ഏതെങ്കിലും പോപ്പുലർ ആയിട്ടുള്ള ഒരു കഥാപാത്രം ഇതിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കൂടെ പരാമർശിക്കുന്നത് വളരെ നല്ലതാണ്. ബ്ലർബ് ആംതौर पर किताब या प्रचरण सामग्री के पिछले आवरण पृष्ठ पर छपा जाता है. സാധാരണഗതിയിൽ ബ്ലർബ് അല്ലെങ്കിൽ പ്രസാധക കുറിപ്പ് എഴുതുന്നത് എവിടെയാണ്? ആംതौर पर किताब या प्रचरण सामग्री के पिछले आवरण पृष्ठ पर छपा जाता है. പുസ്തകത്തിന്റെ അല്ലെങ്കിൽ പ്രചരണ നോട്ടീസ് ആണെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കൾക്കാണ് പ്രചരണ സാമഗ്രി എന്ന് പറയുന്നത്. അതിന്റെ പുറം പേജിലാണ് ഈ ബ്ലർബ് സാധാരണഗതിയിൽ അച്ചടിക്കുന്നത്. ബ്ലർബ് കെ ഛാപ്നെ കാ മുഖ്യ ഉദ്ദേശ് രചന കി തരഫ് പാഠക് യാ ദർശക് കോ ആകർഷിത് കർനാ ഹെ. ബ്ലർബ് അച്ചടിക്കുന്നതിന്റെ മുഖ്യ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ രചനയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ രചനയിലേക്ക് വായനക്കാരുടെ അല്ലെങ്കിൽ സിനിമയാണെങ്കിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ അതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. ब्लर्ब पढ़ते ही पाठक या दर्शक किताब पढ़ने या फिल्म देखने के लिए प्रेरित हो जाए. ബ്ലർബ് വായിക്കുമ്പോൾ തന്നെ വായനക്കാര് അല്ലെങ്കിൽ പ്രേക്ഷകര് ഈ പുസ്തകം വായിക്കാൻ അല്ലെങ്കിൽ സിനിമ കാണുന്നതിനായിട്ട് പ്രേരിപ്പിക്കപ്പെടുന്നു. ഇപ്പൊ നമ്മൾ സിനിമയുടെ ഒക്കെ പ്രൊമോഷൻ വീഡിയോസ് കാണാറുണ്ട് അല്ലെ? പ്രൊമോഷൻ വീഡിയോസിന്റെ ഒരു പഴയ റോളാണ് പ്രസാധക കുറിപ്പുകള് പണ്ട് ചെയ്തിരുന്നത്. इस दृष्टि से देखा जाए तो ബ്ലർബ് സ്വയം ഹി ഏക സൃജനാത്മക കാര്യ ഹെ. ഇങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ബ്ലർബ് എന്ന് പറയുന്നത് സ്വയം തന്നെ ഒരു സൃഷ്ടിപരമായ കാര്യമാണ്. കാരണം എന്താണ്? ആ സൃഷ്ടിയെ ബേസ് ചെയ്താണ് സിനിമ കാണണോ പുസ്തകം വായിക്കണോ എന്ന് ആൾക്കാർ തീരുമാനിക്കുന്നത് അല്ലെ? അപ്പൊ അതിനും കലാപരമായ ഒരു പ്രാധാന്യം ഉണ്ട്. അതുകൊണ്ടാണ് ബ്ലർബ് സ്വയം ഹി ഏക സൃജനാത്മക കാര്യ ഹെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇസ്കി ഭാഷ ഓർ പ്രസ്തുതി കി ശൈലി അനോഖി ഹോ. ബ്ലർബിന്റെ ഭാഷ അല്ലെങ്കിൽ അതിന്റെ അവതരണ ശൈലി എന്ന് പറയുന്നത് വളരെ എല്ലാവരെയും ആകർഷിക്കത്തക്ക രീതിയിൽ അതുല്യമായിരിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. താക്കി പഠിത്തേ ഹി പാഠക് രചനാക്കെ പ്രതി ആകർഷിത് ഹോ ജായേ എന്ന് പറഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ തന്നെ പ്രേക്ഷകര് ഈ ഒരു രചനയോട്, അതായത് സിനിമയാണെങ്കിൽ സിനിമയോട് അല്ലെങ്കിൽ പുസ്തകമാണെങ്കിൽ പുസ്തകത്തിനോട് ഒരു ആകർഷണം ആൾക്കാർക്ക് ഇതിന്റെ പ്രസാധക കുറിപ്പ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമയുടെ നിരൂപണക്കുറിപ്പ് വായിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നണം. എങ്കിലേ അത് ഒരു ഉത്തമമായ കലാസൃഷ്ടി ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രേംചന്ദിന്റെ തന്നെ ഗോദാൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഉപന്യാസമുണ്ട്. ആ ഉപന്യാസത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ബ്ലർബാണ് മോഡലായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതോടെ നമുക്കൊന്ന് നോക്കാം. കിതാബ് കി ശസ്തി കയക്ക് നമൂന പഠേ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പുസ്തകത്തിന്റെ നിരൂപണക്കുറിപ്പിന്റെ അല്ലെങ്കിൽ പ്രസാധക കുറിപ്പിന്റെ ഒരു ഉദാഹരണം വായിച്ചു. ഗോദാൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രേംചന്ദിന്റെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ്. എന്താണ് കൊടുത്തിരിക്കുന്നത്? ഹെഡിങ് ആദ്യം കൊടുത്തിരിക്കുന്നു, അതിനുശേഷം എഴുതിയിരിക്കുകയാണ്. प्रेमचंद के उपन्यासों में एक तरफ तो किसान जीवन का विशद चित्रण मिलता है, वहीं दूसरी ओर उसमें पतनशील और उदीयमान सामाजिक शक्तियों की असाधारण पहचान दिखाई देती है. गोदान अनेक अर्थों में सर्वथा अनूठी रचना है. इसमें मुनाफे और मेहनत की दुनिया के बीच गहराती खाई को उन्होंने बड़ी बारीकी से चित्रित किया है. എന്താണ് പറഞ്ഞിരിക്കുന്നത് ഗോദാൻ ഉപന്യാസത്തെ കുറിച്ച്? गोदान प्रेमचंद के उपन्यासों में एक तरफ तो किसान जीवन का विशद चित्रण मिलता है. പ്രേംചന്ദിന്റെ നോവലുകളിലൊക്കെ കാർഷിക ജീവിതത്തെക്കുറിച്ച്, കൃഷിക്കാരുടെ ജീവിതത്തെക്കുറിച്ച് വളരെ വിശദമായ ചിത്രണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു ഭാഗത്തൂടെ ഇങ്ങനെയുള്ള ചിത്രണങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ദൂസരിയോർ മറു സൈഡിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ ലഭിക്കുന്നുണ്ട്. എന്താണ്? उनमें पतनशील और उदीयमान सामाजिक शक्तियों की असाधारण पहचान दिखाई देती है. അവിടെ ശോഷിച്ചു പോകുന്നതും വളർന്നു വരുന്നതുമായ സാമൂഹിക ശക്തികളെ കുറിച്ചുള്ള ഒരു അസാധാരണമായ തിരിച്ചറിവും ആൾക്കാർക്ക് ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ
പതൻശീൽ और ഉദീയമാൻ സാമാജിക് ശക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജന്മി വ്യവസ്ഥയൊക്കെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. അതിന് പകരമായിട്ട് ഉദീയമാൻ സാമാജിക് വ്യവസ്ഥ, ഉദീയമാൻ എന്ന് പറഞ്ഞാൽ എന്താ? വളർന്നു വരുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? കർഷകർക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു സാമൂഹിക സ്ഥിതിയാണ് വളർന്നു വരുന്നത്. അപ്പൊ ഇത് രണ്ടും അതിൽ കാണാനായിട്ട് സാധിക്കും. ഉന്മേം പതൻശീൽ ഓർ ഉദീയമാൻ സാമാജിക് ശക്തിയോങ്കി അസാധാരണ പഹചാൻ, അത് അസാധാരണമായ രീതിയിൽ നമുക്ക് ഒരു തിരിച്ചറിവ് ഈ രചനകളിൽ നിന്ന് ഇവയെക്കുറിച്ച് കിട്ടും. ഗോദാൻ അനേക അർത്ഥമേ സർവ്വത അനൂഠി രചനാഹെ. ഗോദാൻ പല അർത്ഥങ്ങളിലും വളരെ അതുല്യമായ ഒരു രചനയാണ്. इसमें मुनाफे और मेहनत की दुनिया के बीच गहराती खाई को उन्होंने बड़ी बारीकी से चित्रित किया है. ഇതിന്റെ അകത്തെ വിഷയം എന്താണ്? മുനാഫെ ഔർ മേഹനത്, രണ്ട് കാര്യമാണ്. ഒന്ന് ലാഭം, മറ്റൊന്ന് കഷ്ടപ്പാട്. ലാഭം എന്ന് പറയുന്നത് ജന്മികളെ ബാധിക്കുന്നതാണ് അല്ലെ. ജമീന്ദാരോങ്കെ ബാരേനേക്ക്, ജന്മികളെ ബാധിക്കുന്നതാണ്. മേഹനത്തോ, കഷ്ടപ്പാടോ കർഷകരെ ബാധിക്കുന്നതാണ്. അപ്പൊ ഈ ലാഭം അല്ലെങ്കിൽ കഷ്ടപ്പാട്, ഇതിന് രണ്ടിനും ഇടയിൽ ഒരു ലോകമുണ്ട് അല്ലെ. അല്ലെങ്കിൽ മുനാഫെ और मेहनत की दुनिया के बीच गहराती खाई, ഈ ഒരു ലോകത്തിന്റെ ഇടയില്, ലാഭത്തിന്റെ ലോകം കഷ്ടപ്പാടിന്റെ ലോകം, ഇതിന്റെ ഇടയില് ഒരു ആഴമേറിയ കുഴിയാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കിടങ്ങ്. ആ കിടങ്ങ് എന്ന് പറഞ്ഞാൽ അപ്പുറം കടക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താണ്? ആ കിടങ്ങിന് ഭയങ്കര ആഴമാണ് അല്ലെ. ആഴമേറിയ ഒരു കിടങ്ങ് അപ്പുറം കിടക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, റിസ്ക് ആണ് അല്ലെ. അപ്പൊ ഈ ലാഭം അല്ലെങ്കിൽ കഷ്ടപ്പാട്, ഇതിനിടയിൽ അതുപോലെ ഒരു കിടങ്ങുണ്ടെന്നാണ് ലഹാൻ പറയുന്നത്. ആ കിടങ്ങിനാണെങ്കിലോ എന്നും ആഴം കൂടിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരിക്കലും കർഷകർക്ക് ആ കിടങ്ങിനപ്പുറം കടക്കാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. മേഹനത് കി ദുനിയാ കെ ബീച്ച് ഗഹരാത്തി ഖായി കോ ഉन्होंने बड़ी बारीकी से चित्रित किया है. അദ്ദേഹം വളരെ സൂക്ഷ്മമായ രീതിയിൽ വായനക്കാർക്ക് മനസ്സിലാത്തക്ക രീതിയിൽ ഈ ഒരു അന്തരത്തെ കാണിക്കുന്നു. ലാഭവും കഷ്ടപ്പാടും തമ്മിലുള്ള ഒരു അന്തരത്തെ കാണിക്കുന്നു. गोदान में अनेक किसान पात्रों को उफार कर रखने के बदले उनका ध्यान होरी पर केंद्रित रहा है. ഗോദാൻ എന്ന് പറയുന്ന നോവലില് ഒത്തിരി കർഷകരെ അദ്ദേഹം എടുത്ത് കാണിക്കുന്നില്ല. മറിച്ച് ഒരേ ഒരു കർഷകനെയാണ് പ്രേംചന്ദ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആ കർഷകന്റെ പേരാണ് ഹോറി. ഗോദാൻ में अनेक किसान पात्रों को उफार कर रखने के बदले എന്ന് പറഞ്ഞാൽ ഒത്തിരി കർഷക കഥാപാത്രങ്ങളെ ഉയർത്തി കാണിക്കുന്നതിന് പകരം ഉൻകാ ധ്യാൻ ഹോറി पर केंद्रित रहा है. അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഹോറി എന്ന് പറയുന്ന ഏക കഥാപാത്രത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഉസ്കെ ചരിത്രമേം ഉൻ തമാം കിസാനോങ്കി വിശേഷതായ മൗസൂദ് ഹെ. കാരണം എന്താണ്? ഈ ഹോറിയുടെ ഒരേ ഒരാളുടെ സ്വഭാവം ചിത്രീകരിച്ചിരിക്കുന്നതിൽ നിന്നും മുഴുവൻ കർഷകരുടെയും വിശേഷതകള് ഈ ഒരാളുടെ സ്വഭാവ ചിത്രീകരണത്തിൽ ഉണ്ട്. മൗജൂദ് ഹെ എന്ന് പറഞ്ഞാൽ ഹാജരുണ്ട് എന്നാണ്, പ്രസന്റ് ആണ്. ജോ സിമിന്ദാരം ഓർ മഹാജനോങ്കി ധീമി ധീമി കിന്തു ബിനാ രുക്കെ ചലന വാലി ചക്കിമേ പിസ്നെ കെ ലിയെ അഭിശബ്ദ് ഹെ. കർഷകരുടെ ഒരു പ്രത്യേകത എന്താണ്? സെമീന്ദാരം ഓർ മഹാജനോങ്കി ധീമി ധീമി ധീമേ ധീമേ കിന്തു ബിനാ രുക്കെ ചലനെ വാലി ചക്കി. സെമീന്ദാരോം और महाजनों की धीमे धीमे किंतु बिना रुके चलने वाली चक्की में पिसने के लिए अभिशप्त है. ഈ കർഷകര് ഒരു എന്താ ചക്കി എന്ന് പറഞ്ഞാൽ മില്ല് അല്ല, ഒരു മില്ലിലിട്ട് പൊടിക്കുന്ന ഒരു വസ്തുവിനെ പോലെയാണ് കർഷകരെ ലേഖൻ താരതമ്യം ചെയ്തിരിക്കുന്നത്. മില്ലിലിട്ട് പൊടിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രത്യേകത എന്താണ്? അത് പൊടിഞ്ഞ് തവിട് പൊടിയായി പോകും അല്ലെ. പക്ഷേ ഈ മില്ലിനെ എങ്ങനെയാണ് ഇവിടെ പ്രേംചന്ദ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? സെമീന്ദാരം ഓർ മഹാജനോങ്കി. ഇത് മില്ല് ആരുടേതാണ്? ജന്മികളുടെയും മഹാജനങ്ങളുടെ. മഹാജനം എന്ന് പറഞ്ഞാൽ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരാണ്. അപ്പം ജന്മിമാരും പണം പലിശയ്ക്ക് കൊടുക്കുന്നവരും അവരുടെ പിടിയാകുന്ന മില്ല്, അവരുടെ കൈപ്പിടിയാകുന്ന ആ മില്ലിൽ, അതെങ്ങനെയുള്ള മില്ലാണ്? ധീമേ ധീമേ, വളരെ സാവകാശമാണ്. പെട്ടെന്നൊന്നും പൊടിക്കുന്നില്ല മില്ലിൽ, വളരെ സാവകാശം. കിന്തു ബിനാരിക്കെ, പക്ഷെ ഒരിക്കലും അത് നിൽക്കുന്നില്ല. ഇവരുടെ മില്ലിന്റെ പ്രത്യേകത എന്താണ്? വളരെ സാവകാശമാണ് അത് പ്രവർത്തിക്കുന്നത്, പക്ഷെ ഒരിക്കലും അത് നിൽക്കുന്നില്ല. അങ്ങനെയുള്ള ആ ഒരു മില്ലിൽ പിസുനേക്കേലി അഭിശപ്ത് ഹേ, പൊടിക്കപ്പെടാനായിട്ട് അഭിശപ്തരായവരാണ് ഈ കർഷകര്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ജന്മിമാരുടെയും കടം കൊടുക്കുന്നവരുടെയും പിടിയിൽപ്പെട്ട് ഒരിക്കലും അതിൽ നിന്ന് ഊരിപ്പോരാൻ ആവാത്ത വിധം കുടുങ്ങിപ്പോകുന്ന ഒരു ജീവിതമാണ് അന്നത്തെ കാലത്ത് കർഷകർക്ക് ഉണ്ടായിരുന്നത്. ഈ ജീവിതത്തിന് വേണ്ടി അഭിശപ്തരായവരായിരുന്നു അന്നത്തെ കർഷകര്. അവരുടെ ജീവിതമാണ് പ്രേംചന്ദ് ഈ രചനയില് കാണിക്കുന്നത്. ബാർ ബാർ പഠ്നെ കെ ബാദ് ഭി ഇസ് രചന കി താസ് ഹി ഖത്മ നഹി ഹോത്തി.
വീണ്ടും വീണ്ടും വായിച്ചാലും ഈ ഒരു രചന, ഈ ഗോദാൻ എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ പുതുമ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. യഹ് ഇസ്കി മഹാനതാഹെ, അതാണ് ഈ രചനയുടെ മഹാത്മ്യം. ഗോദാൻ എന്ന് പറയുന്ന പുസ്തകം അതിന്റെ ഹിന്ദി പതിപ്പും ഉണ്ട്, മലയാളം പതിപ്പും ഒക്കെ നിങ്ങളുടെ സ്കൂൾ ലൈബ്രറികളിലൊക്കെ കിട്ടും. എല്ലാവരും തന്നെ അതൊന്ന് എടുത്ത് വായിക്കണം. നമ്മുടെ പൂർവികരായ കർഷകര് ഒരു കാലത്ത് എന്തുമാത്രം ത്യാഗം സഹിച്ചിരുന്നു ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി എന്നറിയുന്നതിന് വേണ്ടി ആ പുസ്തകം വായിക്കുന്നത് വളരെ നല്ലതാണ്. ഹിന്ദി പതിപ്പ് വായിക്കുകയാണ് നല്ലത്. നിങ്ങൾക്ക് ഹിന്ദി ഭാഷയും ഡെവലപ്പായി വരും. ഇനി അത് പറ്റാത്തവര് അതിന്റെ മലയാളം വിവർത്തനമുണ്ട്, അതെടുത്ത് തീർച്ചയായിട്ടും ഒന്ന് വായിക്കണം. ബാർ ബാർ പഠ്നേക്ക് ബാദ് ഇസ് രചനാക്കി താസഹി ഖത്മ നഹി ഹോത്തി, ഒരിക്കലും അതിന്റെ പുതുമ നഷ്ടപ്പെടുന്നില്ല. യഹ് ഇസ്കി മഹാൻദാഹെ, അതാണ് ആ രചനയുടെ മഹാത്മ്യം. പ്രിയ കുട്ടികളെ, നമ്മളിനി ഈ പാഠത്തിന്റെ വേർഡ് മീനിങ് അതുപോലെ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്കും കൂടെ കടക്കുകയാണ്. വേർഡ് മീനിങ് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, എങ്കിലും ഞാനത് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്നു. ഒന്ന് വായിക്കാം. ബുദ്ധി ഓൾഡ് വുമൺ, വൃദ്ധ, കാക്കി ഓണ്ട് അമ്മായി, ബുദ്ധപ്പ ഓൾഡ് ഏജ് വാർദ്ധക്യം, ലാലച്ച് ഗ്രീഡ് അത്യാഗ്രഹം, ഓതപ്രോത് നിറഞ്ഞിരിക്കുന്ന ഇബ്യൂഡൻ. രണ്ടാമത്തേതില് റിസ്ത റിലേഷൻ ബന്ധം, ഖത്മഹോന ടു എൻഡ് അവസാനിക്കുക, ദേഖഭാൽ കർണ പരിപാലിക്കുക, സംവേദനശീൽ സംവേദനക്ഷമതയുള്ള, സെൻസിറ്റീവ് സഹാനുഭൂതിയുള്ള. ഇത്രയാണ് വാക്കുകൾ കൊടുത്തിരിക്കുന്നത്. ഫിലിം ദേഖെ മുഖ്യ ഘടനാവുങ്കോ സൂചിബദ്ധ കരെ. ആദ്യത്തെ ചോദ്യം ബൂട്ടി കാക്കി എന്ന് പറയുന്ന സിനിമ കാണാനും അതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങള് ലിസ്റ്റ് ആയിട്ട് എഴുതാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഫിലിം ദേഖെ മുഖ്യ ഘടനാവുങ്കോ സൂചിബദ്ധ കരെ. നിങ്ങൾക്കായി ഞാൻ ആ സംഭവങ്ങള് ഒന്ന് കുറിച്ചിട്ടുണ്ട്. बूटी खाकी भोजन के लिए तरसती है और अक्सर घर के सदस्यों को भोजन करते हुए देखती है. ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ഭോജൻ കി ലാലസയാണ്. ബുട്ടി കാക്കിയുടെ ഭക്ഷണത്തിനോടുള്ള ആഗ്രഹം. ബുട്ടി കാക്കി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വളരെയേറെ ആഗ്രഹിക്കുന്നു. ഒരു നേരത്തെ വിശപ്പ് അടക്കാൻ വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. और अक्सर घर के सदस्यों को भोजन करते हुए देखती है. അവർക്ക് കൊടുക്കാതെ വീട്ടിലുള്ള ബാക്കിയുള്ളവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് കാണുകയും ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് അപമാൻ ഓർ തിരസ്കാർ. ബുട്ടി കാക്കി को अक्सर अपमानित किया जाता है और उन्हें भूखा रखा जाता है. ബുട്ടി കാക്കി എപ്പോഴും അപമാനിക്കുന്നു, അതുപോലെ അവരെ വിശന്നിരിക്കാനായിട്ട് വിശന്ന് ഇരുത്തുന്നു. അതായത് ഭക്ഷണം അവർക്ക് കൊടുക്കുന്നില്ല. ഖാസ്കർ തബ് ഘർമേ മേഹമാനാത്തെ ഹെ. പ്രത്യേകിച്ചും വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വന്നാൽ അവർക്ക് ഒരിക്കലും ഭക്ഷണം കൊടുക്കുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ കഴിക്കും, അവർക്ക് മാത്രം കൊടുക്കില്ല. മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് രൂപ ക പശ്ചാത്താപ്. അതിലെ ഒരു കഥാപാത്രമാണ് ബുദ്ധിറാം. ബുദ്ധിറാമിന്റെ ഭാര്യയാണ് രൂപ. രൂപ അവസാനം പശ്ചാത്തപിക്കുന്നുണ്ട് കഥയില്. അന്തമേം രൂപ അപ്നി ഗൽത്തി കാ എഹസാസ് കർത്തി ഹെ. അവസാന രൂപയ്ക്ക് അവളുടെ തെറ്റ് മനസ്സിലാവുന്നു. और बूटी काकी की देखभाल करने लगती है. बूटी काकिയെ വീണ്ടും സംരക്ഷിക്കാൻ തുടങ്ങുന്നു. यह एहसास करते हुए कि काकी की संपत्ति से ही उनका घर चल रहा है. അവസാനമാണ് അവർക്ക് ഇങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകുന്നതാണ്. കാക്കയുടെ സമ്പത്ത് കൊണ്ടാണ് ഈ വീട് നടന്നു പോകുന്ന ഒരു ബോധ്യം അവസാനം അവർക്കുണ്ടാകുന്നു. അപ്പൊ അവര് മാനസാന്തരപ്പെട്ട് ബൂട്ടി കാക്കിയെ നോക്കാനായിട്ട് തുടങ്ങുന്നു. ഇനി നാലാമത്തേത് ബൂട്ടി കാക്കിക്ക് മനോദശ. ബൂട്ടി കാക്കിയുടെ ഒരു എന്താണ് മനസ്സിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നതാണ്. ബുട്ടി കാക്കി की इच्छाओं का केंद्र उनकी स्वादेंद्रिय है और जब उन्हें भोजन नहीं मिलता या उनका अपमान होता है तो वे रोती है. അവരുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വിശപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. വിശപ്പിന്റെ ഇന്ദ്രിയം എന്ന് പറയുന്നത് നാക്കാണല്ലോ അല്ലെ, സ്വാതിന്റെ ഇന്ദ്രിയം. അതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ വിശപ്പാണ്. जब उन्हें भोजन नहीं मिलता या उनका अपमान होता है तो वे रोती है. എപ്പോഴെങ്കിലും അവർക്ക് ഭക്ഷണം നിഷേധിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർ അപമാനിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ അവര് കരയുന്നു. ഇതാണ് ഈ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ലിഖേ ഫിലിം കെ മുഖ്യ പാത്ര കോൻ കോൻ ഹെ. ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് എഴുതുക. ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് ബൂട്ടി കാക്കിയാണ്. കഹാനിക്ക് മുഖ്യ പാത്ര ഏക് ബുജുർഗ് മഹിള. കഥയിലെ മുഖ്യ കഥാപാത്രം ഒരു വൃദ്ധയായ സ്ത്രീയെ. അപ്നെ ഭതീജയ്ക്ക് ഘർമേന്റെ അകത്തി ഹെ ഉപേക്ഷിത് और अकेली है. തന്റെ സഹോദരപുത്രന്റെ വീട്ടിൽ താമസിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവള് ഒറ്റപ്പെട്ടവളുമാണ്. രണ്ടാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത് പണ്ഡിറ്റ് ബുദ്ധിരാമാണ്. ബുദ്ധിരാം എന്ന് പറയുന്ന ആള്.
ബുട്ടി കാക്കി കാ ഭതീജ ജോ കഹാനി മേ സ്വാർത്ഥി और लालची पात्र के रूप में चित्रित है. ബുട്ടി കാക്കയുടെ ഭതീജ ആണ്, സഹോദരപുത്രനാണ്. കഥയിലെ ഒരു അത്യാഗ്രഹി അല്ലെങ്കിൽ സ്വാർത്ഥമതിയായ ഒരു കഥാപാത്രമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മൂന്നാമത്തെ ആളാണ് രൂപ. പണ്ഡിറ്റ് ബുദ്ധിരാം കി പത്നി ജോ പ്രാരംഭ മേ ബുട്ടി കാക്കിക്ക് പ്രതി കഠോർ ഓർ നിർദ്ദയി ഹെ. പണ്ഡിറ്റ് ബുദ്ധിരാമിന്റെ ഭാര്യയാണ്. കഥയുടെ ആരംഭ ഭാഗത്ത് അവരെ വളരെ കഠോരയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ നിർദ്ദയിയായ ഒരു സ്ത്രീയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ബാദമേ വോ അപ്നി ഗൽത്തി കാ എഹ്സാസ് കർത്തി ഹെ. പിന്നെ അവരവരുടെ തെറ്റ് മനസ്സിലാക്കുന്നു. ഓർ ബൂട്ടിക്കെ പ്രതി സഹാനുഭൂതി രക്തി ഹെ. ബുട്ടിയോട് വളരെ സഹാനുഭൂതി കാണിക്കുന്നു. ഇനിയുണ്ട് കഥാപാത്രങ്ങള്. ഇവരുടെ കുട്ടികള്. ഇവിടെ ഒരു പെൺകുട്ടിയെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ കുട്ടികൾ എന്നാണ് സിനിമയിൽ പറയുന്നത്. ഇൻ തീൻ മുഖ്യ കഥാപാത്രം के अलावा कहानी में बुद्धिराम के बच्चे भी है जो बूटी काकी के प्रति सहानुभूति रखते हैं. ഈ മൂന്ന് കഥാപാത്രങ്ങളെ കൂടാതെ കഥയിലെ ബുദ്ധിറാമിന്റെ കുട്ടികളുമുണ്ട്. അവര് ബൂട്ടി കാക്കയോട് എപ്പോഴും സഹാനുഭൂതി കാണിക്കുന്നവരായിരുന്നു. और रूबा को अपनी गलती का एहसास कराने में मदद करते हैं. രൂപ അല്ലെങ്കിൽ തങ്ങളുടെ അമ്മയെ അവരുടെ തെറ്റ് മനസ്സിലാക്കാനായിട്ട് ഈ കുട്ടികളാണ് കൂടുതലും സഹായിക്കുന്നത്. അപ്പൊ ഇത്രയും കഥാപാത്രങ്ങളാണ് ഈ സിനിമയിൽ ഉള്ളത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ബതായെ ഫിലിം കി സമസ്യ കി ഓർ സങ്കേത് കർത്തി ഹെ. പറയൂ, ഈ സിനിമ ഏത് പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് പറയൂ. बूटी काकी कहानी का मुख्य उद्देश्य वृद्धजनों के प्रति उपेक्षापूर्ण व्यवहार की निंदा करना और मानवता का संदेश देना है. ബുട്ടി കാക്കി എന്ന് പറയുന്ന കഥയുടെ സിനിമയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? വൃദ്ധജനോങ്കെ പ്രതി ഉപേക്ഷാപൂർണ്ണ വ്യവഹാരക്ക് നിന്ദാകരണ. വൃദ്ധജനങ്ങളോടുള്ള ആ അവരെ ഉപേക്ഷിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം, അതിനെ അപമാനിക്കുക അല്ലെങ്കിൽ അത് മോശമാണെന്ന് സൂചിപ്പിക്കുക. ഓർ മാനവതാക്ക സന്ദേശം തരാം, അതിന് പകരം മനുഷ്യത്വത്തിന്റെ സന്ദേശം നൽകുക. ഇതാണ് ഈ കഥയുടെ അല്ലെങ്കിൽ സിനിമയുടെ ഉദ്ദേശം. കഹാനി യഹ് ദർശാത്തി ഹെ കി കൈസെ സ്വാർത്ഥി ലോക സമ്പത്തിക്ക് ലാലിച്ചുമേ വൃദ്ധോങ്കി ഉപേക്ഷ കർത്താ ഹെ. കഥ കാണിക്കുന്നത് എന്താണ്? എങ്ങനെയാണ് സ്വാർത്ഥരായ ആൾക്കാര് സമ്പത്തിന് വേണ്ടിയിട്ട് വൃദ്ധജനങ്ങളെ ഉപേക്ഷിക്കുന്നതെന്നും അവർ ഉനക്ക് അപമാൻ കർത്താഹെ, അവരെ അപമാനിക്കുന്നതെന്നുമാണ് ഈ കഥ കാണിച്ചു തരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട് അല്ലെ. प्रेमचंद ने इस कहानी के माध्यम से वृद्धों के प्रति सहानुभूति जगाने और समाज में सकारात्मक बदलाव लाने का प्रयास किया है. പ്രേംചന്ദ് ഈ കഥ വഴിയായിട്ട് വൃദ്ധജനങ്ങളോട് സഹാനുഭൂതി ഉണർത്താനും അവർക്ക് സമൂഹത്തിൽ വളരെ അവരുടെ നേരെയുള്ള പെരുമാറ്റത്തിന് സമൂഹത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനുമാണ് പ്രേംചന്ദ് ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വൃദ്ധജനങ്ങളോടുള്ള നമ്മുടെ പെരുമാറ്റം അത് വളരെ പോസിറ്റീവായി മാറണം. ആ ഒരു ഉദ്ദേശമാണ് ഈ കഥയുടെ പിന്നിൽ ഉള്ളത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കിസി മൻപസന്ത് കിതാബ് യാ ഫിലിം കി ശക്തി തയ്യാർക്കരെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തിന്റെ അല്ലെങ്കിൽ സിനിമയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തിന്റെ ആസ്വാദനക്കുറിപ്പാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും വായിച്ച പുസ്തകത്തിനനുസരിച്ച് ആസ്വാദനക്കുറിപ്പ് എഴുതുക. ഞാൻ വായിച്ച എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമായിരുന്നു അലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്ന സാറാ ജോസഫിന്റെ പുസ്തകം. അതിനെക്കുറിച്ചുള്ള ഒരു ആസ്വാദനക്കുറിപ്പാണ് ഞാൻ തന്നിരിക്കുന്നത്. അതൊന്ന് വായിച്ച് നിങ്ങൾക്ക് അതിന്റെ ആശയം പറഞ്ഞു തരാം. सारा जोसेफ द्वारा लिखित अलाहയുടെ പെൺമക്കൾ ഒരു तोला नामक एक काल्पनिक गांव पर आधारित एक मार्मिक मलयालम उपन्यास है. ये कहानी युवा लड़की आनी के नजरिए से सुनाई गई है, जो एक हाशिए पर रहने वाले ईसाई समुदाय के जीवन की गहराई में जाती है, खासकर अपनी महिलाओं के संघर्ष को दर्शाती है. आनी का दृष्टिकोण पितृसत्तात्मक मानदंडों और सामाजिक बाधाओं के खिलाफ उनकी खुशी, दुख और मोह विद्रोह को एक अनूठी और स्पर्शपूर्ण अंतर्दृष्टि प्रदान करता है. यह उपन्यास उनकी सहनशीलता और दृढ़ संकल्प के सार को खूबसूरती से दर्शाता है, क्योंकि वे गरीबी, प्रेम और हानि से गुजरती है. अंततः यह महिलाओं के अटूट भावना और विपरीत परिस्थितियों में पाई जाने वाली शांत शक्ति के बारे में एक शक्तिशाली कहानी है. അലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്ന കഥ ആനി എന്ന് പറയുന്ന പ്രമുഖ കഥാപാത്രത്തെ കേന്ദ്രമാക്കി എഴുതിയിരിക്കുന്ന ഒരു കഥയാണ്. ഇത് ക്രിസ്ത്യൻ സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടും വിശദീകരിക്കുന്നത്. സാറാ ജോസഫ് ദ്വാര ലിഖിത് അലാഹയുടെ പെൺമക്കൾ ഒരു तोला नामक एक काल्पनिक गांव पर आधारित एक मार्मिक मलयाളം ഉപന്യാസം. ഇതൊരു മലയാളം നോവലാണ്. ഒരു കവല എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഗ്രാമത്തിൽ നടക്കുന്ന സംഭവമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. കഹാനി യുവാ ലഡ്കി ആനിക്ക് നസരിയ സെ സുനായി ഗയി ഹെ. ഇതൊരു യുവതിയായ സ്ത്രീ ആനി എന്ന് പറയുന്ന യുവതിയുടെ കാഴ്ചപ്പാടിലാണ് ഈ കഥ പറഞ്ഞു കേൾപ്പിക്കുന്നത്. ജോക്ക് ഹാഷിയ पर रहने वाले ईसाई समुदाय के जीवन की गहराई में जाती है. ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ട ക്രിസ്ത്യൻ സമുദായത്തിന്റെ
ആഴങ്ങളിലേക്കാണ് ഇത് ഇറങ്ങിച്ചെല്ലുന്നത്. ഖാസ്കർ അപ്പനി മഹിളാവോങ്കെ സംഘർഷം ദർശാത്തിയെ, പ്രത്യേകിച്ചും ഈ ക്രിസ്ത്യൻ സമുദായത്തിലെ സ്ത്രീകളുടെ സംഘർഷങ്ങളാണ് ഇതിനകത്ത് എടുത്തു കാണിക്കുന്നത്. അനിക ദൃഷ്ടികോൺ പിതൃസത്താത്മക് മാനദണ്ഡവും और सामाजिक बाधाओं के खिलाफ, അനിയുടെ ദൃഷ്ടികോണം എന്താണ്? പിതൃസത്താത്മക് മാനദണ്ഡവും और सामाजिक बाधाओं के खिलाफ उनकी खुशी दुख और मूक विद्रोह को एक अनूठी और സ്പർശപൂർണ്ണ അന്തർദൃഷ്ടി പ്രദാൻ करता है. ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? പിതൃസത്താത്മക് മാനദണ്ഡ, പാരമ്പര്യം ആയിട്ട് പിന്തുടരുന്ന കുറെ മാനദണ്ഡങ്ങളുണ്ട് അല്ലെ. അതുപോലെ സാമൂഹികമായിട്ടുള്ള കുറെ അടിച്ചമർത്തലുകളുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് അവളുടെ സന്തോഷവും ദുഃഖവും അവളുടെ മനസ്സിലുള്ള, ആരോടും പറയുന്നില്ലെങ്കിലും ഉള്ളിലുള്ള ആ ഒരു എതിർപ്പ്, ഇതിനെയൊക്കെ വളരെ മാർമികമായ രീതിയിൽ ഈ കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. यह उपन्यास उनकी सहनशीलता और दृढ़ संकल्प के सार को खूबसूरती से दर्शाता है. അവളുടെ ആ ഒരു സഹനശീലവും അതുപോലെ അവളുടെ കുറച്ച് തീരുമാനങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു ഭംഗി ഇപ്പം എടുത്തു കാണിക്കുന്നു. ക്യോങ്കി വേ ഗരീബി പ്രേം और हानि से गुजरती है. അവള് ദാരിദ്ര്യത്തിൽ കൂടെയും അതുപോലെ സ്നേഹത്തിൽ കൂടെയും അതുപോലെ മറ്റ് അപകടങ്ങളിൽ കൂടെയും ഒക്കെ അവള് കടന്നു പോകുന്നു. अंततः यह महिलाओं की अटूट भावना और विपरीत परिस्थितियों में पाई जाने वाली शांत शक्ति के बारे में एक शक्तिशाली कहानी है. എല്ലാത്തിനുപരിയായിട്ട് ഇത് പൊതുവിൽ പറഞ്ഞാൽ സ്ത്രീകളുടെ ആ ഒരു എന്താണ്, എതിരായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സാഹചര്യങ്ങളെ വളരെ ശാന്തമായും ശക്തിയോടും കൂടി നേരിടാനുള്ള സ്ത്രീകളിലുള്ള ആ ഒരു ശക്തിയെയാണ് ഈ കഥ എടുത്തു കാണിക്കുന്നത്. ഇക്കായിക്ക് പാഠം സെ ഏക് ബാർ ഓർ ഗുസരെ താലികാക്കി പൂർത്തിക്കരെ. ഇത് ലാസ്റ്റ് ചോദ്യമാണ്. ഈ പാഠത്തിലെ ഈ യൂണിറ്റിലെ എല്ലാ പാഠങ്ങളിലൂടെയും ഒരിക്കൽ കൂടെ കടന്നു പോവുക, ഈ കോളം പൂരിപ്പിക്കുക. കുറെ വാക്യങ്ങളാണ് ഈ പാഠങ്ങളെ ബേസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന. 3 പാഠങ്ങളാണ് നമുക്ക് യൂണിറ്റിലുള്ളത്. ഛട്പട്ട് ഓർ നട്ഖട്ട്, ബഹുത് ദിനോം കെ ബാദ്, മുട്ടി ഖാക്കി. ഈ 3 പാഠത്തെ ബേസ് ചെയ്തുള്ള കുറെ പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വായിച്ചതിന് ശേഷം അതിലെ ശരി ഏത് തെറ്റേത് എന്ന് പറയാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, ബഡാ ഭായി നദീമേൻ ഖുദ്കർ ചോട്ടെ കി ജാൻ ബജാത്താ ഹെ. അത് ശരിയാണ് അല്ലേ? ബഡാ ഭായി നദിയിൽ ചാടി മൂത്തയാളിന്റെ ജീവൻ രക്ഷിക്കുന്നു. രണ്ടാമത്തേത്, കൈ ദിനോങ്കെ ബാദ് കവി ഗ്രാമീണ സൗന്ദര്യ ആസ്വാദൻ കർത്തേ ഹെ. കുറെ ദിനങ്ങൾക്ക് ശേഷമാണ് കവി ഗ്രാമീണ സൗന്ദര്യം ആസ്വദിക്കുന്നത്. അത് ശരിയാണ് അല്ലെ? ബുദ്ധിറാം और രൂപ ഹമേശ ബൂട്ടി കാക്കി കാ ആദർ കർത്തേ ഹെ. ബുദ്ധിറാമും രൂപയും എപ്പോഴും ബൂട്ടി കാക്കി ആദരിക്കുന്നുണ്ട്. ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലെ? സമ്പത്ത് കിട്ടുന്നിടം വരെ ബഹുമാനിച്ചിരുന്നു, അതിനുശേഷം നിന്ദിക്കാൻ തുടങ്ങി. ബുട്ടി കാക്കിക്ക് യുവാ പുത്രക്ക് അകാൽമേ മൃത്യു ഹുയി. ബുട്ടി കാക്കിയുടെ യുവാവായ മകൻ അകാലത്തിൽ മരിച്ചു. ശരിയാണല്ലേ? അതുകൊണ്ടാണ് അവര് ഒറ്റയായി പോയത്. ദോ ബാലക് കപ്പടെ സുഖാനേക്ക് ലിയെ ധൂമേം കേൾത്തേ ഹെ. 2 കുട്ടികള് വസ്ത്രം ഉണക്കുന്നതിന് വേണ്ടി വെയിലത്ത് കളിക്കുന്നു. ശരിയല്ലേ? അവർ വെയിലത്തോടി കളിച്ചാണ് നദിയിൽ ചാടിയ വസ്ത്രം ഉണക്കിയത്. അപ്പനെ ഗാവ് കി ഹാലത്ത് ദേഖ്കർ കവി ബഹുത് പരേശാൻ ഹെ. തന്റെ ഗ്രാമത്തിന്റെ അവസ്ഥ കണ്ടിട്ട് കവി വളരെ ബുദ്ധിമുട്ടിലാണോ? അല്ല, കവി വളരെ സന്തോഷത്തിലാണ് അല്ലേ? ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് തന്റെ ഗ്രാമത്തിന്റെ ആ അവസ്ഥയൊന്ന് കാണാനായിട്ട് പറ്റിയത്. അതോർത്ത് വളരെ സന്തോഷത്തിലാണ് അദ്ദേഹം അല്ലെ? മേഘനത്തി ബാലികാവുക ഗാന മന്മയും ഖുശിയിലാത്താ ഹെ. വളരെ ശ്രമങ്ങൾ ചെയ്യുന്ന അല്ലെ നല്ല പണി ചെയ്യുന്ന ആ ഒരു ബാലികമാര്, നെല്ല് കൊയ്ത് കറ്റമരിക്കുന്ന ബാലികമാരുടെ ചിത്രമാണ് നമ്മളവിടെ കാണുന്നത് അല്ലെ? ആ ബാലികമാര് അങ്ങനെ കറ്റമരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാടുന്ന പാട്ട് അത് മനസ്സിലേക്ക് സന്തോഷം കൊണ്ടുവരുന്നു. ശരിയല്ലേ? കവിക്ക് അത് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷം, കുയിലിന്റെ നാദമായിട്ടാണ് കവി അതിനെ ഉപമിച്ചിരിക്കുന്നത് അല്ലെ? വളരെ സന്തോഷം തോന്നുന്നു. ഇതില് 2 പ്രസ്താവനകളെ ഉള്ളൂ തെറ്റായിട്ടുള്ളത്, ബാക്കിയുള്ളതൊക്കെ ശരിയാണ്. നമ്മൾ ഈ പാഠത്തിന്റെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ കണ്ടത്. എല്ലാം തീർന്നിരിക്കുന്നു. എല്ലാ ക്വസ്റ്റ്യനും കവർ ചെയ്തിരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. യൂണിറ്റ് ഫുള്ളായി തീർന്നിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത യൂണിറ്റ് എന്നുള്ളത് അതിലെ പാഠങ്ങളുമായി ഞാൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു. हर दिन नए सपने हम संग